എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു പോസ്റ്റ് കണ്ടത്. നടൻ സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ അറസ്റ്റിൽ. വിശ്വസിച്ചില്ല. നേരെ പോയിട്ട് നമ്മളുടെ പ്രമുഖ മാധ്യമങ്ങൾ നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അല്ലു അർജുനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ, വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ലൈവായിട്ട് സ്ട്രീം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണ്, ഞാൻ പെട്ടെന്ന് അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഏതൊക്കെ വകുപ്പാണ് നേരത്തെ എടുക്കുന്നതെന്ന് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന് പറയുന്ന ഒരു നടപടി ഉണ്ടല്ലോ, ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അപ്പോൾ തന്നെ വിട്ടയക്കുന്ന ഒരു സിസ്റ്റമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പക്ഷേ കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. അതായത് അല്ലു അർജുന്റെ മേത്ത് ചുമത്തപ്പെട്ടിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതി, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ബാക്കി അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കാര്യങ്ങളാക്കിയിട്ട് നേരെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോവുകയാണ്. മജിസ്ട്രേറ്റ് അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ അല്ലു അർജുൻ അന്നേ ദിവസം സബ് ജയിലിൽ പോയി കിടന്നേ പറ്റൂ എന്നൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത്ര ശക്തനാണ്, അവർക്ക് അത്രയും വലിയ ടീമുണ്ട്. പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ഒരു ഉത്തരവിന്റെ പുറത്ത് ഒരു ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്യുകയാണ്. ഇന്ററിം ബെയിൽ എന്ന് പറയും. അത് ലഭിച്ച് അല്ലു അർജുൻ ഇപ്പോൾ എന്തായാലും സബ് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല. ശരിക്കും എന്തിനാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്? എന്താണ് കേസ്? അതിന്റെ സീരിയസ്നെസ് എത്രത്തോളമാണ്? അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് സംസാരിക്കേണ്ട ഒന്നാണ് അന്ധമായിട്ടുള്ള ഒരു ഫാൻ ബേസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കേരളത്തിലും കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടല്ലേ. പക്ഷേ മറ്റ് സ്റ്റേറ്റുകൾ, പ്രധാനമായിട്ട് തമിഴ്നാട്, കർണാടക, പിന്നെ അങ്ങോട്ട് പോകും തോറും അത്രത്തോളം രൂക്ഷമായിട്ടാണ് ഈ ഫാൻ ബേസ്, ഫാൻസ് ഉണ്ടാക്കുന്ന പ്രശ്നം എന്നുള്ളത്. അത് നിസ്സാരമല്ല. അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സിനിമ എങ്ങനെയാണ് നമ്മുടെ എക്കോണമിക്ക്, നമ്മുടെ സാമ്പത്തിക മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഒരു കാര്യം, പുതിയ നിക്ഷേപാവസരങ്ങൾ വരുമ്പോൾ ആ വിവരം ഞാൻ ഷെയർ ആക്കാറുണ്ടല്ലേ. കാരണം എല്ലാവർക്കും ചെറിയ നിക്ഷേപങ്ങളെങ്കിലും മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ മാസം 2500 പോലുള്ള ചെറിയ തുകകൾ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യത്തെ നിഫ്റ്റി 200 മൊമെന്റം 30 ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ അതിന്റെ NAV അഥവാ നെറ്റ് അസറ്റ് വാല്യൂ 10 രൂപയാണ്. ഡിസംബർ 16 വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 200 മൊമെന്റം 30യുടെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ ശരാശരി റിട്ടേൺസ് നോക്കുവാണെങ്കിൽ അത് 29.7%, 23.3%. കൃത്യമായി പറയുവാണെങ്കിൽ 2014 ഈ ഇൻഡെക്സിൽ നിങ്ങൾ 10 ലക്ഷം രൂപ നിക്ഷേപിക്കുവായിരുന്നെങ്കിൽ 2024 അത് 81 ലക്ഷം രൂപയായേനെ. പിന്നെ ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി ലഭിക്കും. NRI ആയിട്ടുള്ളവർ മാസം 18,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 2 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ 10 മടങ്ങ് വരെ ലൈഫ് കവർ ആയിട്ട് ഇതിനോടൊപ്പം ലഭിക്കും. 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതുമില്ല. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുഷ്പ 2 അത്രത്തോളം ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. അതിന്റെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെക്കോർഡുകളെയും മറികടന്നാണ് അതിന്റെ കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സിനിമയെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായം ഉണ്ടാകും. പക്ഷേ കളക്ഷൻ റെക്കോർഡുകൾ എന്ന് പറയുന്ന അത്രത്തോളമാണ്. അതായത് അത്രത്തോളം ആളുകളാണ് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഡിസംബർ 4 ബുധനാഴ്ച രാത്രി 11 മണിയോട് കൂടിയിട്ട് പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോ നടക്കുന്ന ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലേക്ക് അല്ലു അർജുൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ടും പ്രീമിയർ കാണാനൊക്കെ വേണ്ടിയിട്ട് ആക്ടേഴ്സ് ഒക്കെ എത്താറുണ്ട് തിയേറ്ററുകളിലേക്ക് അല്ലേ. ഇത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ എത്തിച്ചേരുന്ന ആരാണ്? അല്ലു അർജുനാണ്. അതും ഏതിന്റെ പ്രീമിയറിന് വേണ്ടിയിട്ട്? പുഷ്പ 2വിന്റെ അല്ലേ. അപ്പൊ അത്രത്തോളം ആരാധകർ അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ആ തിയേറ്ററിന്റെ കോമ്പൗണ്ടിലും അതിന്റെ അകത്തും ഉൾക്കൊള്ളാവുന്നതിനും ഒരുപാട് ഇരട്ടി ആൾക്കാര് അവിടെ തടിച്ചു കൂടുകയാണ്. അകത്തും പുറത്തും റോഡിലും ഒക്കെ ആയിട്ട് വലിയ ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് തീർത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അല്ലു അർജുൻ വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്തെന്നാൽ, അവിടെ പെട്ടെന്നുള്ള ആവേശമുണ്ടല്ലോ, അല്ലു അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി വീണ് ഭ്രാന്ത് പിടിക്കുന്ന ഒരു കൂട്ടം ജനത ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകുകയാണ്. ആ തിക്കും തിരക്കിൽ ഒരുപാട് പേര് മറിഞ്ഞു വീണ് ഒരുപാട് പേർക്ക് ശാരീരിക അവശതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നുണ്ട്. പക്ഷേ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, അന്നേ ദിവസം അവിടെ എത്തിച്ചേർന്നിട്ടുള്ള 35 വയസ്സുകാരിയായിട്ടുള്ള രേവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ വീഴുകയാണ്. തിക്കും തിരക്കിലും പെട്ട് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രക്ഷയില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അത്രത്തോളം കുറവാണ്. ഇവിടെ കുസാറ്റിൽ സമാനമായിട്ടുള്ളൊരു സംഭവം ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ ഒരു മ്യൂസിക് കൺസേർട്ട് നടക്കുകയാണ്, മഴ പെയ്യാണ്, വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു ചെറിയ സ്പേസിലേക്ക് കൂടി കയറുകയാണ്. അപ്പോൾ അവിടെ വീണുപോയ വിദ്യാർത്ഥികളുടെ പുറത്ത് മറ്റ് വിദ്യാർത്ഥികൾ വീഴുകയും ചവിട്ടുകയും ഒക്കെ ചെയ്താണ് മരിക്കുന്നത്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വേദനാജനകമായിട്ടുള്ളൊരു മരണമാണ്. നമ്മളുടെ വാരിയല് ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കുത്തിക്കേറിയൊക്കെയാണ് പലരും പല ഇതുപോലുള്ള കേസുകളിൽ മരണപ്പെട്ടിട്ടുള്ളതല്ലേ. അങ്ങനെ എന്തായാലും രേവതി അവിടെ വീഴുകയും രേവതി ഇതുപോലെ ആ തിക്കിലും തിരക്കിലും പെട്ട് ദാരുണമായിട്ട് മരണപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട രേവതിയുടെ 13 വയസ്സുകാരൻ മകനും ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയാണ്. അങ്ങനെ രേവതിയുടെ ഭർത്താവ് കേസ് നൽകിയാണ്.
ഗുരുതരമായിട്ടുള്ള കേസാണ്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ എത്ര വലിയ ആക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ സംഭവമാണെങ്കിലും എത്ര വലിയ പൊളിറ്റീഷ്യൻ ആണെങ്കിലും കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ജനവികാരം അത്രത്തോളമായിരുന്നു ഹൈദരാബാദിൽ അലയടിച്ചിട്ടുണ്ടായിരുന്നത്. ജനങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതിനെ തുടർന്ന് പോലീസ് ആദ്യം തന്നെ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഉടമ, അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ, അതുപോലെ അല്ലു അർജുനെയും ചേർത്ത് കേസെടുക്കുകയാണ്. ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഏതെന്നാൽ ചെറിയ വകുപ്പുകളൊന്നും ആയിരുന്നില്ല. അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളൊന്നും ആയിരുന്നില്ല. ജാമ്യം കിട്ടാത്ത ഗുരുതരമായിട്ടുള്ള വകുപ്പുകളായിരുന്നു പോലീസ് ചുമത്തിയിട്ടുണ്ടായിരുന്നത്. സാധാരണ അവസരങ്ങളിൽ നമ്മളിങ്ങനെ കാണാറില്ല, വലിയൊരാളാണ് പ്രതിസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ പോലീസ് ഒളിച്ചു കളിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിവിടെ കണ്ടില്ല. എന്തായാലും ഈ ഒരു വാർത്ത അത്രത്തോളം വിവാദമായതിനെ തുടർന്ന് അല്ലു അർജുൻ ആ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ ഒരു ദുരിതാശ്വാസമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അന്നേ ദിവസം തന്നെ അറസ്റ്റ് തടയുന്നതിനുള്ള ഹർജിയും അല്ലു അർജുൻ കോടതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹർജി ഇന്നലെ തള്ളപ്പെടുകയാണ്. അപ്പോൾ കോടതി തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഒരു അറസ്റ്റിലേക്ക് പോകാതിരിക്കാനും പറ്റില്ല. അങ്ങനെയാണ് അല്ലു അർജുനെ തന്റെ വീട്ടിൽ ചെന്നിട്ട് പോലീസ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ പറയുന്ന പ്രകാരം അവിടെ കിടന്നുറങ്ങിയായിരുന്നു അല്ലു അർജുനെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ്. പോലീസ് അത്രയും വലിയ സ്ട്രിക്റ്റ് ആക്ഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇതിൽ എന്താണ് ചെയ്യുക, സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അറസ്റ്റ് ചെയ്യും, അവരുടെ കാര്യത്തിൽ തന്നെ വരിക. ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് പറയാതെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും അവിടെ കാണാറില്ല, വലിയ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിനെ സംബന്ധിച്ചല്ലേ. പക്ഷേ ഇവിടെ ഇത്രയും വലിയ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് പോലും ഹൈദരാബാദ് പോലീസ് നേരെ അവിടെ വീട്ടിൽ ചെല്ലുകയും ബെഡ്റൂമിന്റെ അവിടെ ചെന്ന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് വരികയുമാണ്. അപ്പോൾ അതിൻ്റെ അത് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആദ്യം ഒരു ടീഷർട്ട്, കാഷ്വൽ ആയിട്ടുള്ള ടീഷർട്ടും ഷോർട്സും ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ലിഫ്റ്റിലേക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം വേഷം മാറിയിട്ടുള്ളതുമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പോലീസ് അദ്ദേഹത്തെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി അവിടുന്ന് മെഡിക്കൽ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയും കൊണ്ടുപോയി. അതായത് സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ നടക്കുക അതുപോലെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കുകയാണ്. മജിസ്ട്രേറ്റ് ആണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ വെച്ച് അല്ലു അർജുൻ നേരെ പോകേണ്ടത് സബ് ജയിലിലേക്കാണ്. 14 ദിവസം കിടക്കണമെന്നുള്ളതാണ് നിയമം. അതിനു മുമ്പ് വാദിച്ചാൽ ജാമ്യം കിട്ടും. എന്തായാലും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ ഒരു ഇടക്കാല ജാമ്യം ലഭിക്കുകയാണ്. ഇടക്കാല ജാമ്യം മാത്രമാണ് ലഭിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വാർത്ത കാണാൻ പോകുന്നത് അത് പെർമനന്റ് ആക്കി, അത് പൂർണ്ണമായിട്ടുള്ള ജാമ്യമാക്കി കൊടുത്തു എന്നുള്ള വാർത്തകളായിരിക്കും. കാരണം നമുക്കറിയാം ഇവരുടെയൊക്കെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറ്റിങ്ങിന് ലക്ഷങ്ങൾ മേടിക്കുന്ന അഡ്വക്കേറ്റ് ഒക്കെ പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് ഈ വലിയ സൂപ്പർ സ്റ്റാർ എന്നൊക്കെയുള്ള കാര്യത്തിൽ അല്ലേ. അപ്പോൾ അവർക്ക് ഈ ഒരു ലോ സിസ്റ്റത്തിലൂടെ നീങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യങ്ങളാണ് മറ്റൊരു സാധാരണക്കാരനെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും വലിയ പാടൊന്നുമില്ല അവരെ സംബന്ധിച്ച്. ഇവിടെ സന്ധ്യ തിയേറ്ററിൽ നടന്നിട്ടുള്ള വിഷയം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അന്ധമായിട്ടുള്ള ഈ ഒരു ഫാനിസം എത്രത്തോളമാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണിത്. നമ്മൾ എത്രത്തോളം കേസുകൾ കണ്ടിരിക്കുന്നു ഈ ഒരു ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ട് ആൾക്കാർ തമ്മിൽ തല്ലി ചാകുകയാണ്. ഇനി ആ ഒരു സിനിമാ നടനോ നടിയോ ഒക്കെ മരിക്കുമ്പോഴേക്കും മറ്റു ഒരു വിഭാഗം ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ, ഞാൻ ആ ഒരു സൂപ്പർ സ്റ്റാറിനെ പേരെടുത്ത് പറയുന്നില്ല, ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ആക്ടർ മരിക്കുകയാണ്, അപ്പോൾ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയാണ്. ഇതെന്ത് സിസ്റ്റമാണ് ഇവിടെ? അതായത് നിങ്ങൾ ആരാധിച്ചോളൂ, നിങ്ങൾ അവരുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ടോളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റീലിൽ കാണുന്ന, അതായത് സ്ക്രീനിൽ കാണുന്ന ജീവിതമല്ല ആർക്കും തന്നെ ഉള്ളത്. ഇതിപ്പോൾ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലും അന്ധമായിട്ടുള്ള ഫാനിസങ്ങൾ അത്രത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുന്ന അത്രത്തോളം നല്ലൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്, സാക്ഷരതയുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. സാക്ഷരതാ ലെവല് കൂടുന്തോറും നമ്മൾ കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇന്നും പലർക്കും നേരം വെളുത്തിട്ടില്ല. എന്തോ വലിയ ഭ്രാന്തമായിട്ട് അവരെ കണ്ട് ആരാധിച്ച് ദൈവതുല്യമായിട്ട് കിടന്ന് അവർക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഇത് കേവലം സിനിമാ നടന്മാരുടെയോ നടിമാരുടെയോ കാര്യമല്ല പറയുന്നത്, രാഷ്ട്രീയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരു നേതാവിന് വേണ്ടിയിട്ട് വെട്ടാനും കൊല്ലാനും ചാകാനും നടക്കാനായിട്ട് കുറെ ജന്മങ്ങൾ. ആ നേതാക്കളൊക്കെ ഒന്നുമില്ലായ്മ തുടങ്ങിയിട്ടുള്ള ഇന്ന് അവരുടെ ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ്. അവർക്കൊന്നും ഒരു പുറൽ പോലും ഏൽക്കുന്നില്ല. നമ്മളെ പോലുള്ള യുവത അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വാക്കും കേട്ട് ബസ്സിന് കല്ലെറിയാനും അതിന് തീ വയ്ക്കാനും അവസാനം ഒരുപാട് കേസുകളിൽപ്പെട്ട് ജീവിതം തൊലയാനും വേണ്ടി ഇങ്ങനെ ജീവിതം ഹോമിച്ചു കൊടുക്കുകയാണ്. ഇനി അവരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നു. ഇവരുടെ ആസ്തി കോടിക്കണക്കിന് രൂപയാണ്. ഇവർ ഏറ്റവും ഹൈ സെറ്റപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള സാധാരണക്കാരൻ അവന് വേണ്ടി എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കാനുള്ളത്. ഞാനിവിടെ പറഞ്ഞു നമ്മൾ ആരെയും ആരാധിക്കേണ്ടെന്നോ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടേണ്ടെന്നോ ഒന്നുമല്ല. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒന്ന് സന്ധ്യ തിയേറ്ററിലെ ഇഷ്യൂ, അതുപോലെ തന്നെ എത്രത്തോളം സ്ഥലങ്ങളിൽ സിനിമ തിയേറ്ററിലെ ഫസ്റ്റ് ഷോയ്ക്ക് അടിയുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും തള്ളിലും പെട്ട് അവിടെ ഇടിയാണ്. എത്രത്തോളം ആക്രമണങ്ങൾ നമ്മൾ തിയേറ്ററുകൾ മാത്രം കണ്ടിട്ടുണ്ട്. അന്ധമായിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻസ് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ മാത്രമല്ല, നിങ്ങൾ അന്ധമായിട്ടുള്ള ഫാൻ ആണെങ്കിൽ അവർ എല്ലാം കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകതയുണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം. അത് ഒരു ആക്ടർ ആണെങ്കിലും പറയുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും അത് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും. നിങ്ങൾ എന്തിനോ വേണ്ടി അവർക്ക് വേണ്ടി വാഗ്വാദവും തമ്മിത്തല്ലലും വെട്ടിക്കുത്തലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ അത്രത്തോളം ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാകട്ടെ സിനിമാ നടനാകട്ടെ ഒരു മോശം കാര്യം ചെയ്യുകയാണ്, നിങ്ങൾ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാകുന്നില്ല, കാരണം നിങ്ങളുടെ തലയിൽ ബാധിച്ചിരിക്കുന്നത് ആ ഒരു ഫാൻ ബേസിന്റെ വൈറസ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബുദ്ധിയുള്ള ജനങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നത്? അത്രത്തോളം വിഡ്ഢിയായിട്ടുള്ള അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ഒരു ലോ ക്വാളിറ്റി മെൻ അല്ലെങ്കിൽ വുമൺ ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അത്രത്തോളം പുച്ഛത്തോടെ, അതാണ് കറക്റ്റ് വാക്ക്, നിങ്ങളിങ്ങനെ ഒരാൾ വളരെ മോശം വ്യക്തി, ഇപ്പോൾ ആ ഒരു നടൻ ഒരു കെട്ട് മയക്കുമരുന്നുമായിട്ട് അറസ്റ്റിലാകുകയാണ്, ഒരുപാട് പേര് ന്യായീകരിക്കുകയാണ്, എന്ത് മയക്കുമരുന്ന് അടിക്കാൻ പാടില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വളരെ പുച്ഛത്തോടെ മാത്രമേ ആൾക്കാർ നോക്കി കാണത്തുള്ളൂ. അതൊരിക്കലും ഹീറോയിസം അല്ല. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കോളേജ് രാഷ്ട്രീയമൊക്കെ ഒരു യുവതലമുറയെ പല രീതിയിൽ വാർത്തെടുക്കാൻ സഹായിക്കുന്നതാണല്ലേ. പക്ഷേ ഇപ്പോഴത്തെ പല കോളേജ് രാഷ്ട്രീയത്തിൻ്റെയും അവസ്ഥ നോക്കുവാണെങ്കിൽ, ഞാൻ ഒരിക്കലും ജനറലൈസ് ചെയ്ത് എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്, നിങ്ങൾ തന്നെ വാർത്ത കാണാറില്ലേ, കോളേജിൽ സംഘർഷം, അവിടെ തമ്മിത്തല്ലി തല പൊട്ടിച്ചു, എത്രത്തോളം വിദ്യാർത്ഥികൾ കോളേജിൽ കേരള ചരിത്രത്തിൽ മരണപ്പെട്ടിരിക്കുന്നു ഈ ഒരു കോളേജ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. ആ ഒരു രാഷ്ട്രീയത്തെയാണ് ഞാൻ വിമർശിച്ചത്, അല്ലാതെ കോളേജ് രാഷ്ട്രീയം നല്ല മോശമാണെന്നല്ല. കോളേജ് രാഷ്ട്രീയങ്ങൾ വേണം, നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടിയിരിക്കണം. പക്ഷെ അത് ആക്രമണ രാഷ്ട്രീയമാകരുത്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാകരുത്, പകയുടെയോ വെറുപ്പിൻ്റെയോ രാഷ്ട്രീയമാകരുത്. നമുക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള, ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നേറാനായിട്ടുള്ള, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സൊസൈറ്റിക്ക് അത്രത്തോളം, അതായത് പൊതുപ്രവർത്തനം എന്നല്ല ഇതിനെ പറയുന്നത്, ഒരു നല്ല പൗരനായി മാറാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. മറിച്ച് അക്രമ രാഷ്ട്രീയവും അല്ലെങ്കിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇങ്ങനെ സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും മറ്റു ചില വിഭാഗമുണ്ട്, സിനിമാ നടന്മാരെന്ന് പറഞ്ഞാലേ പ്രശ്നമാണ്, സിനിമ എന്ന് പറഞ്ഞാലേ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലുമല്ല. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരമുള്ള, വിവിധ ലിംഗത്തിൽപ്പെട്ട, വിവിധ വർണ്ണത്തിൽപ്പെട്ട, വിവിധ ജീവിത സാഹചര്യമുള്ള ജനങ്ങളെ തമ്മിൽ ഒരേ ഇമോഷനിൽ കണക്ട് ചെയ്യുന്ന അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടാണ്, ഒരു കലയാണ് സിനിമ എന്നുള്ളത്. ഇനി സാമ്പത്തികത്തിന്റെ കാഴ്ചപ്പാടിലൂടെ പറയുവാണെങ്കിൽ സിനിമ നമ്മുടെ എക്കോണമിക്ക് കൊടുക്കുന്ന സംഭാവനകൾ നിസ്സാരമല്ല. അത്രത്തോളം കോടിക്കണക്കിന് ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ സിനിമാ നടന്മാരൊക്കെ കൊടുക്കുന്ന ടാക്സുകളും അത്രത്തോളം വലുതാണ്. കൃത്യമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ശ്രീ മോഹൻലാലൊക്കെ അത്രത്തോളം ഉയർന്ന ടാക്സ് കൊടുത്ത ആ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവരുടെ പോക്കറ്റിലേക്ക്, അക്കൗണ്ടിലേക്ക് എത്തുന്ന പൈസ എവിടുന്നാണ്? നമ്മളുടെ പോക്കറ്റിൽ നിന്നാണല്ലേ. അതുകൂടി നിങ്ങൾ ഓർത്തുകൊള്ളുക. എന്തായാലും അതുപോലെ തന്നെ ഈ സിനിമ ടൂറിസങ്ങൾ ഒരുപാടുണ്ട്. സിനിമകളുടെ ലൊക്കേഷൻ കാണാൻ പോകുന്ന ഒരുപാട് ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. സിനിമകൾ കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, പോസ്റ്റർ ഒട്ടിക്കുന്നത് മുതൽ. അതായത് ആ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലുതാണല്ലേ. അവിടെ എത്ര പേർക്ക് ഒരു സിനിമ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ ജോലി കിട്ടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അവിടെ ഒരു ഭക്ഷണം സപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾ മുതൽ പ്രൊഡ്യൂസർ വരെയുള്ള വ്യക്തികളുണ്ട്. എന്തോരം പേരുടെ ഒരുമിച്ചുള്ള ഒരു ശ്രമത്തിന്റെ ഫലമാണ് ഒരു സിനിമ എന്നുള്ളതല്ലേ. അപ്പം അത്രയും പേർക്ക് ജോലി കിട്ടുകയാണ്. ഇനി തിയേറ്റർ എന്ന് പറയുന്ന ഒരു വ്യവസായം അവിടെ നടക്കുകയാണ്, OTT എന്ന് പറയുന്ന വ്യവസായം നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമ എന്നുള്ളത്. അത് നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. കൂടാതെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഇറങ്ങുമ്പോഴേക്കും യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട് എന്തോരം വീഡിയോസ് ആണ് വരുന്നത്. ഇന്ത്യൻ കമ്പനീസാണ് അതിൻ്റെ മ്യൂസിക്കും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം അല്ലേ. അപ്പോൾ വിദേശത്തു നിന്നാണ് ഡോളർ വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യം കൂടുകയാണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഫിലിം കമ്പനി മെർച്ചൻഡൈസ് പ്രൊഡക്ട്സ് ഇറക്കും, ഒരുപാട് ഈവൻറ്റ്സ് നടത്താറുണ്ട്. അവിടെ ഉള്ള ഒരുപാട് കച്ചവടക്കാരും ഒക്കെ വന്നിട്ട് ഇത് വലിയൊരു എക്കോണമിക് സിസ്റ്റത്തിന്റെ കൂടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ സിനിമ എന്നുള്ളത്. ഇന്ത്യൻ സിനിമയെ ലോകം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് ഇന്റർനാഷണൽ ശ്രദ്ധ അത്രത്തോളം പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ്. കാരണം ഇന്റർനാഷണലി ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ ലഭിച്ച സിനിമയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ മുതൽ ഇന്നേ വരെ ഇറങ്ങുന്ന സിനിമകളെയൊക്കെ ഇപ്പോൾ, അതായത് ഇന്റർനെറ്റിന്റെ കടന്നുവരവോട് കൂടിയിട്ട് പുറത്തുള്ള രാജ്യങ്ങൾക്കും എളുപ്പത്തിൽ സിനിമ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൃത്യമായിട്ട് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഡബ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷ എന്നുള്ളത് സിനിമയ്ക്ക് ഇന്നൊരു തടസ്സമായി വരുന്നില്ല. നമ്മൾ തന്നെ എന്തോരം കുറേ സിനിമ കണ്ടിട്ടുണ്ട്, കുറേ തന്നെ അല്ലേ കേട്ടിട്ടുള്ളത്. സബ് ടൈറ്റിൽ വായിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈവൻ മലയാളത്തിൽ വരെ സബ് ടൈറ്റിൽ നമുക്ക് ഇന്ന് ലഭ്യമാണല്ലേ, എംസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയുടെ ഭാഷകൾ ഇന്ന് പ്രശ്നമാകാതെ വന്നതോടുകൂടിയിട്ട് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളും ജനതയും എല്ലാ സംസ്കാരത്തിൽപ്പെട്ട ജനതയും നമ്മളുടെ സിനിമകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ പോർട്രേ ചെയ്യാനുള്ള, നമ്മൾ ആരാണ്, ഇന്ത്യക്കാരാരാണെന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല വീഡിയോസും ഇന്ത്യക്കെതിരെ നെഗറ്റീവായിട്ടാണ്. പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാമിലെ ഫുഡ് റീൽസ് ഇല്ലേ, ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, അത് നമുക്ക്
നമ്മൾ കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ പുറത്തുനിന്നുള്ളവർ വളരെ നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ സിനിമകളിലൂടെ നമ്മളുടെ ആ ഒരു സ്റ്റാൻഡ് എന്താണ്, നമ്മൾ ആരാണ്, നമ്മളെന്നുള്ളത് ഇന്ത്യക്കാരെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്ന ഒന്നാം തരം മേഖലയാണ് സിനിമ എന്നുള്ളത്. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാനും കൂടി പഠിക്കണം എന്നുള്ളതാണ് ഈ മറ്റൊരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതായത് പലരും സിനിമയെ പുരോഗമനത്തിന്റെ പേരിൽ പലതും പറഞ്ഞ് നശിപ്പിക്കാറുണ്ട്. സിനിമയിലെ ആ ഒരു കഥാപാത്രം വയലൻസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അസഭ്യമായിട്ടുള്ള ഭാഷ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ക്രൂരമായിട്ടുള്ള പെരുമാറ്റം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് സിനിമയിൽ കാണിച്ചേ പറ്റത്തുള്ളൂ. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരും പറഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു സമൂഹം കൂടെ, അതും മറ്റൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ്. എന്തുണ്ടെങ്കിലും ആ സിനിമയിൽ അസഭ്യമുണ്ട്. അസഭ്യമുണ്ടെങ്കിൽ അതെന്ത് സിനിമയാണ്, സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉടനെ കുറച്ച് അറ്റാക്കിംഗ് തുടങ്ങും. സിനിമ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ജീവിതങ്ങളെയും മനുഷ്യൻ എങ്ങനെയാണോ, അതായത് അസഭ്യം പറയുന്ന മനുഷ്യർ ചുറ്റുമില്ലേ, അപ്പോൾ അങ്ങനത്തെ മനുഷ്യരെ പോർട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ മറ്റേ ഇപ്പോൾ ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ അവിടെ അവരെല്ലാവരും നല്ല ശാന്തമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് പറയാൻ പറ്റുമോ ഇതിനെല്ലാം, അല്ലെങ്കിൽ എല്ലായിടത്തും ബീപ്പ് സൗണ്ട് ഇട്ട് നമുക്ക് കേൾപ്പിക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ എങ്ങനെയാണോ മനുഷ്യനെ, അത് എന്ത് കഥാപാത്രത്തെയാണോ കാണിക്കുന്നത്, ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന എല്ലാ സവിശേഷതകൾ കൊടുത്തും അതിനെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് സംവിധായകർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ചില ടോക്സിക് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകാർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ടോക്സിക് എന്നുള്ള വാക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവരും അൾട്ടിമേറ്റ്ലി നല്ലതാണ് എന്നുള്ള പേര് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പണ്ട് ജോർജ് കാർലിൻ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈസ് എ ഫാസിസം പ്രിറ്റൻഡിങ് ടു ബി മാനേഴ്സ് അല്ലേ. അതും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പക്ഷേ മോശം കാര്യങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് മോശമാണെന്ന് പറയുന്ന കാര്യങ്ങളെ നമുക്ക് എതിർക്കാം. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ എതിർക്കുമ്പോൾ അത് ആ ഒരു സംവിധായകരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റവും ഒക്കെയാണ്. അതുപോലെ തന്നെ സിനിമയിൽ ചിലപ്പോൾ മതങ്ങളുടെ പേരിലുള്ള കാര്യങ്ങൾ കാണിക്കേണ്ടി വരാം, രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള പല കാര്യങ്ങൾ കാണിക്കേണ്ടി വരാം, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണിക്കേണ്ടി വരാം. അതൊക്കെ റിയാലിറ്റി ആണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ മതത്തെ പറ്റിയിട്ടാണ്, എൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണെന്നൊക്കെ ഇട്ട് ആ സിനിമ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു രീതിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്നുള്ളത്. കലയായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, ബജാജ് അലയൻസിന്റെ നിഫ്റ്റി 200 മൊമെന്റം 30 ഇൻഡെക്സ് ഫണ്ട് NFOയുടെ തീയതി ഡിസംബർ 16 അവസാനിക്കും. ഇവിടെ 2500 രൂപയിൽ തുടങ്ങി എത്ര രൂപ വേണമെങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കും. ചെറിയൊരു നീക്കിയിരിപ്പ് എല്ലാവർക്കും ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. കൂടുതൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്യാം. കൂടെ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അസ്മാ ഡബിൾ സൈനിങ് ഔട്ട്.